ജില്ലാ സപ്ലൈ ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ കൈക്കൂലി വാങ്ങിയാണ് ക്രമക്കേട് നടത്തിയിരുന്നതെന്ന് വിജിലൻസ് സംഘം. തൃശൂരിൽ ₹1 കോടി ഹാഷിഷ് ഓയിൽ പിടികൂടിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളുടെ വധഭീഷണി. എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെമ്പൈ ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരം സാക്സഫോൺ വിദഗ്ധൻ കദ്രി ഗോപാൽനാഥിന് നവംബർ 28-ന് പുരസ്കാരം നൽകും. തൃശൂർ നഗരത്തിലെ 12 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. TCV വാർത്തയെ തുടർന്നാണ് നടപടി. നമസ്കാരം, ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. ജില്ലാ സപ്ലൈ ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ കൈക്കൂലി വാങ്ങി നാമമാത്രമായ പിഴ ഈടാക്കി അംഗീകാരം നഷ്ടപ്പെട്ട റേഷൻ കടകൾ പുനഃസ്ഥാപിച്ച് നൽകുന്നുവെന്ന് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസ് ഡിവൈഎസ്പി SR ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തിയത്. സസ്പെൻഡ് ചെയ്ത റേഷൻ കടകൾക്ക് അംഗീകാരം പുനഃസ്ഥാപിച്ച് നൽകുന്നത് സംബന്ധിച്ച് രജിസ്റ്ററിൽ കൃത്യമായി എഴുതി സൂക്ഷിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. ജനുവരി 11 മുതൽ 24 റേഷൻ കടകൾക്കെതിരെയും ഒരു ഹോൾസെയിൽ ഡിപ്പോക്കെതിരെയും നടപടിയെടുക്കാതെ ഫയൽ പൂഴ്ത്തിവെച്ചതായും കണ്ടെത്തി. CI ഷാജ് ജോസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജു, വർഗീസ് അക്കര, സന്തോഷ് എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂരിൽ ₹1 കോടി ഹാഷിഷ് ഓയിൽ പിടികൂടിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളുടെ വധഭീഷണി. സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. രാജ്യാന്തര വിപണിയിൽ ₹1 കോടിയിലേറെ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായാണ് പ്രതികളെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ AK നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത്. സസ്പെൻഷനിലായ ഇടുക്കി ഡിവിഷനിലെ സിവിൽ എക്സൈസ് ഓഫീസർ EE സുരേന്ദ്രൻ, ഇടുക്കി തോപ്രാംകുടി V രാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇടനിലക്കാരൻ ചമഞ്ഞ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സിവിൽ ഓഫീസർ മുജീബ് റഹ്മാനാണ് പ്രതിയായ സുരേന്ദ്രനെ സമീപിച്ചത്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രനെ പിടികൂടാൻ 1.5 മാസം മുൻപ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മയക്കുമരുന്ന് സംഘത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് രക്ഷപ്പെട്ടത്. ചോദ്യം ചെയ്യലിനിടെ തന്നെ കുടുക്കിയ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരെ കുടുംബത്തോടെ വധിക്കുമെന്ന് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികൾക്ക് വൻ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആദ്യമായാണ് സസ്പെൻഷനിലായ എക്സൈസ് ഉദ്യോഗസ്ഥൻ സുരേന്ദ്രൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലാകുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതേസമയം അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെമ്പൈ ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരം പ്രശസ്ത സാക്സഫോൺ വിദഗ്ധൻ കദ്രി ഗോപാൽനാഥിന്. 50,001 രൂപയും ഗുരുവായൂരപ്പൻ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാമിന്റെ സ്വർണ്ണ ലോക്കറ്റും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസമായ നവംബർ 28-ന് പുരസ്കാരം നൽകും. കൃഷ്ണനാട്ടം മാനവേദ സുവർണമുദ്ര കലാനിലയം പാട്ട് വിഭാഗത്തിലെ CP സത്യനാരായണൻ ഇളയതിനും വാസു നെടുങ്ങാടി എൻഡോമെന്റ് പുരസ്കാരം VG വിനോദ് കുമാറിനും സമ്മാനിക്കും. സാക്സഫോൺ സാമ്രാട്ട്, ഗാനകലാശ്രീ, നാദകലാരത്ന, കലൈലാമണി, സംഗീത വിദ്യാരത്നം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കദ്രി ഗോപാൽനാഥ് സാക്സഫോണിൽ സ്വന്തമായ കർണാടക സംഗീത ശൈലി രൂപീകരിച്ചിട്ടുണ്ട്. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. നഗരത്തിലെ 6 വൻകിട ഹോട്ടലുകളടക്കം 12 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. പഴകിയ മാംസം, എണ്ണ, ചോറ്, പൊറോട്ട തുടങ്ങി നിരവധി ഭക്ഷണ സാധനങ്ങൾ ഉദ്യോഗസ്ഥർ പിടികൂടി. മാസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിലുണ്ട്. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MA അസീസ്, MM സുരേഷ്, PP വർഗീസ്, MK സജീവൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ, സുനിൽകുമാർ, പ്രകാശൻ, സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്.
ഗുരുവായൂർ നഗരസഭയിൽ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയ പകൽ വീട് അടഞ്ഞുകിടക്കുന്നതിനെക്കുറിച്ച് TCV നൽകിയ വാർത്തയെ തുടർന്നാണ് പകൽ വീട് തുറക്കാൻ നടപടിയായത്. 2010 ആഗസ്റ്റ് 6-ന് അന്നത്തെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം അടച്ചിട്ട പകൽ വീടിന്റെ വാതിലുകൾ ഇപ്പോൾ വീണ്ടും തുറക്കുന്നത് പ്രവർത്തനോദ്ഘാടനത്തിനായാണ്. നഗരസഭയുടെ അഗതി മന്ദിരത്തിനടുത്ത് ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പകൽ വീട് അടഞ്ഞുകിടന്നതോടെ പരിസരം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരുന്നു. ഇതേക്കുറിച്ച് ലോക വയോജന ദിനത്തിലാണ് TCV റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 1 മാസത്തിനകം പകൽ വീട് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ വരാന്ത അറ്റകുറ്റപ്പണി നടത്തി ഷീറ്റ് മേയുന്ന പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയത്ത് വിശ്രമിക്കാൻ ഒരിടം എന്ന നിലയിലാണ് പകൽ വീട് നിർമ്മിച്ചത്. ഇവർക്ക് വിശ്രമിക്കാനും വായിക്കാനുമായി വാങ്ങിയിട്ട കസേരകളും പുസ്തകങ്ങളും കെട്ടിടത്തിനകത്ത് പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു. ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരെ സംഘടിപ്പിച്ച് രൂപീകരിച്ച സ്നേഹസ്പർശമാണ് പകൽ വീടിന്റെ പ്രവർത്തനത്തിന് മുൻകൈയെടുത്തിരിക്കുന്നത്. കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് ഉച്ചതിരിഞ്ഞ് 3-ന് നഗരസഭാ ചെയർമാൻ TT ശിവദാസനാണ് പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുക. വികസനം മുരടിക്കുന്നതിനെതിരെ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് പലപ്പോഴും അധികൃതരുടെ കണ്ണ് തുറക്കാറ്. ഗുരുവായൂർ നഗരസഭയുടെ പകൽ വീടിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു. 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയ പകൽ വീട് അടഞ്ഞുകിടക്കുന്നതിനെക്കുറിച്ച് TCV വാർത്ത നൽകിയതിനെ തുടർന്നാണ് തുറക്കാൻ നടപടിയായിരിക്കുന്നത്. ക്യാമറാമാൻ ഉക്കുബത്തിനൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. നെല്ലങ്കരയിൽ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പിൽ തീപിടുത്തം. MJ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. റിപ്പയറിംഗിനായി കൊണ്ടുവന്ന 15ഓളം ടിവികൾ, 6 ഹോം തിയേറ്ററുകൾ, 10 ഇൻഡക്ഷൻ കുക്കറുകൾ, മിക്സികൾ, എമർജൻസി ലൈറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. 1.25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തെ തുടർന്ന് സമീപ പ്രദേശത്തെ കുറിക്കമ്പനിയിലും കടകളിലും പുക നിറഞ്ഞു. ഈ കടകളിലേക്ക് തീ പടരുന്നതിനു മുൻപേ തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ P. മുരളീധരൻ, അഡീഷണൽ സ്റ്റേഷൻ ഓഫീസർ AR ജോർജ്, ലീഡിംഗ് ഫയർമാൻ റോബി കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പുഴയ്ക്കൽപ്പാടത്ത് ആരംഭിക്കുന്ന മൊബിലിറ്റി ഹബ് സംവിധാനത്തിന് സൊസൈറ്റി രൂപീകരിച്ചതായ സർക്കാർ ഉത്തരവ് പ്രതിപക്ഷ എതിർപ്പിനിടയിലും കോർപ്പറേഷൻ അംഗീകരിച്ചു. തൃശൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പുഴയ്ക്കൽപ്പാടത്തെ ഇൻഫ്രയുടെ 10 ഏക്കർ സ്ഥലത്ത് വൈറ്റില മാതൃകയിൽ മൊബിലിറ്റി സംവിധാനം ഒരുക്കുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വിധത്തിലുള്ളതും കൃഷിഭൂമി നികത്തിയുമുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിച്ച മേയർ IP പോൾ വിഷയം സംബന്ധിച്ച അജണ്ട പാസാക്കുകയായിരുന്നു. പുഴയ്ക്കൽപ്പാടത്ത് ആരംഭിക്കുന്ന ഹൈടെക് സിറ്റിയെക്കുറിച്ചുള്ള വിയോജിപ്പും ജനങ്ങളുടെ ആശങ്കയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗിരീഷ് കുമാർ യോഗത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. പെൻഷന് അപേക്ഷിച്ചാൽ കാലതാമസം വരുന്നുണ്ടെന്ന് കൌൺസിലർമാർ പരാതിപ്പെട്ടു. ഇതേ തുടർന്ന് അർഹരായ ആളുകൾക്ക് പെൻഷൻ ലഭിക്കാൻ നിയമാനുസൃത അദാലത്ത് സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ശക്തൻ ബസ് സ്റ്റാൻഡ്, വടക്കേ സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക് TCV. ജില്ലാ CBSE സ്കൂൾ കലോത്സവം കലാമൃത് 2013-ന് മുന്നോടിയായി തൃശൂരിൽ നടന്ന വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. സ്വരാജ് റൌണ്ടിൽ നടന്ന ഘോഷയാത്ര മേയർ IP പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ കലാരൂപങ്ങളും ബാൻഡ്, ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യവുമെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി. റോളർ സ്കേറ്റിംഗ്, പുലിക്കളി, ആദിവാസി നൃത്തം, തമിഴ് തപ്പാട്ടം, കോൽക്കളി, അറബനമുട്ട്, കഥകളി, കൂടിയാട്ടം, ഭരതനാട്യം, കേരള നടനം, കരാത്തെ, സ്റ്റുഡന്റ് പോലീസ് തുടങ്ങിയവ ഘോഷയാത്രയിൽ അണിനിരന്നു. ഗാന്ധിജി, നെഹ്റു, വിവേകാനന്ദൻ തുടങ്ങിയ മഹാന്മാരുടെ വേഷം ധരിച്ചവരും വിവിധ മതങ്ങളുടെയും സംസ്ഥാനങ്ങളിലെയും വേഷവിധാനങ്ങൾ ധരിച്ചെത്തിയവരും ഘോഷയാത്രയ്ക്ക് മാറ്റേക്ക്. നാളെ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലും നവംബർ 1, 2 തീയതികളിൽ വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിലുമായി നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയിലെ 94 CBSE സ്കൂളുകളിൽ നിന്നുള്ള 4000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഉദ്യോഗക്കയറ്റ ചട്ടങ്ങൾ സംബന്ധിച്ച DGPയുടെ പുതിയ ഉത്തരവിനെതിരെ പ്രതികരിക്കാത്തതിന്റെ പേരിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ രാജിവെക്കാൻ ഒരുങ്ങുന്നു.
പുതിയ ഉത്തരവിലൂടെ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനത്തെ അസോസിയേഷന്റെ അംഗങ്ങളാണ് രാജിവെക്കുന്നത്. ഭരണകക്ഷി അനുകൂല സംഘടനയായ അസോസിയേഷന്റെ 100 കണക്കിന് അംഗങ്ങൾ ഒരുമിച്ചാണ് രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു നേതാവ് അയാളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് ഡിജിപിയുടെ പുതിയ ഉത്തരവിനെ ചോദ്യം ചെയ്യാത്തതെന്നാണ് ആരോപണം. അച്ചടിച്ച് ഒരേ മാതൃകയിൽ തയ്യാറാക്കിയ രാജിക്കത്ത് അടുത്ത ദിവസം തന്നെ ജില്ലാ ഭാരവാഹികൾക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അച്ചടിച്ച രാജിക്കത്ത് എല്ലാ അംഗങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞു. ഡിജിപി കഴിഞ്ഞ 11, 23 തീയതികളിൽ ഇറക്കിയ ഉത്തരവിനെതിരെയാണ് അസോസിയേഷൻ അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. വെട്ടുകല്ല് നൽകാമെന്ന് പറഞ്ഞ് കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചൊക്കിയാട് സ്വദേശി തീക്കുന്നുമ്മൽ ഇസ്മായിലിന്റെ മകൻ ജെയ്സലാണ് പിടിയിലായത്. ഈ കേസിൽ ഇയാളുടെ പിതാവ് ഇസ്മായിലും പ്രതിയാണ്. 3 പീടിക സ്വദേശി കല്ലിപ്പറമ്പിൽ ഷാജി കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. തിരുവാഞ്ചേരിയിൽ നിന്ന് വെട്ടുകല്ലെത്തിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഷാജിയുടെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ ജെയ്സൽ കൈപ്പറ്റിയിരുന്നു. കല്ല് ലഭിക്കാത്തതിനെ തുടർന്ന് ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി മതിലകം പോലീസിന് പരാതി കൈമാറിയതിനെ തുടർന്ന് ഇന്നലെ തലശ്ശേരി മിഷൻ ആശുപത്രിയിൽ നിന്നാണ് ജെയ്സലിനെ പിടികൂടിയത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മന്ത്രിയുടെ PA ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലും വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, മതിലകം SI PJ സ്റ്റീഫൻ, അഡീഷണൽ SI ശ്രീരാമചന്ദ്രൻ, സീനിയർ CPO KA ഹബീബ്, CPO അഷ്റഫ്, സിദീജ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി കൊളാഷിലേക്ക്. കരവിരുതിൽ അലങ്കാര വസ്തുക്കൾ തീർത്ത് വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം നിർമ്മിച്ച കഥകളി, പടയണി രൂപങ്ങൾ ഏറെ കമനീയമായിരിക്കുന്നു. പഴയ കടലാസും തുണിയും തെർമോക്കോളും മുക്കാട്ടുകര സ്വദേശി രവീന്ദ്രന്റെ കൈകളിലെത്തിയാൽ അത് കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയുടെയും പടയണിയുടെയുമൊക്കെ രൂപങ്ങളായി മാറും. വാട്ടർ അതോറിറ്റി മുൻ ഉദ്യോഗസ്ഥനായ രവീന്ദ്രൻ പാലിശ്ശേരിയാണ് റിട്ടയർമെന്റിന്റെ വിരസത മാറാൻ അലങ്കാര വസ്തു നിർമ്മാണ രംഗത്തേക്ക് ചൂടുവച്ചിരിക്കുന്നത്. നാടകരചയിതാവും സംവിധായകനും നടനുമൊക്കെയായി അരങ്ങിൽ നിറഞ്ഞുനിന്ന ഇദ്ദേഹം 2005 ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. കലയെയും കലാരൂപങ്ങളെയും കലാസൃഷ്ടികളെയും ഇഷ്ടപ്പെട്ട രവീന്ദ്രൻ പിന്നീട് കഥകളി, പടയണി തുടങ്ങിയ അലങ്കാര വസ്തു നിർമ്മാണ രംഗത്തേക്ക് തിരിയുകയായിരുന്നു. വെറൈറ്റി വേണം എന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു പരിപാടി തുടങ്ങി നടക്കുന്നത്. ഇതിലിപ്പോൾ പൂർണ്ണമായിട്ട് പേപ്പർ ക്രാഫ്റ്റ് എന്നാണ് എൻ്റെ മനസ്സിലുള്ള രൂപം. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഥകളി മാതിരിയുള്ളൊരു കലാരൂപം ചെയ്യുമ്പോൾ പേപ്പർ മാത്രം മതിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ തന്നെയാകുമ്പോൾ കളർഫുള്ളാവണമെന്നില്ല. അതിന് കുറച്ച് ഗ്ലേസിങ് വേണം. അതിന് ഷെല്ല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തല എന്ന് പറയുമ്പോൾ തല, ശരീരം, കഴുത്ത് അങ്ങനെ അത് കുറച്ച് വ്യത്യസ്തത ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് തെർമോക്കോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ കലാരൂപം ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തെർമോക്കോളിൽ ഷെല്ലുകളും വർണ്ണക്കടലാസുകളും ഒട്ടിച്ച് കിരീടം ഉണ്ടാക്കലാണ് കഥകളി രൂപ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. പിന്നീട് വർണ്ണക്കടലാസുകൾ കൊണ്ടും തുണികൾ കൊണ്ടും രൂപവും വേഷവിധാനങ്ങളും ഉണ്ടാക്കുന്നതോടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന കൂറ്റൻ കഥകളി രൂപങ്ങൾ റെഡി. മാലകളും വേഷഭൂഷാദികളും അണിഞ്ഞ് നിറഞ്ഞ പുഞ്ചിരിയോടെ കേരളത്തിന്റെ പൈതൃകം വിളിച്ചോതി നിൽക്കുന്ന കഥകളി രൂപങ്ങൾ വീടുകളിലും ക്ലബ്ബുകളിലും അലങ്കാരത്തിനായി കൊണ്ടുപോകാറുണ്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു. 3.5 അടി മുതൽ 5.5 അടി വരെ വലിപ്പമുള്ള കഥകളി രൂപങ്ങളും പടയണിയുമാണ് ഇദ്ദേഹം ദിവസങ്ങൾക്കകം തന്നെ കരവിരുതിൽ കമനീയതയോടെ അണിയിച്ചൊരുക്കുന്നത്. കടലാസിലും തുണിയിലും തെർമോക്കോളിലും മറ്റു കലാരൂപങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ രവീന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. തൃശൂർ റൗണ്ടപ്പ് തുടരുന്നു. ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ച മഴയോടൊപ്പം മായുന്നത് എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ മണിലാലിനും നിർമ്മാതാവ് സഞ്ജു മാധവനും ചിത്രത്തിന്റെ അണിയറ ശില്പികളും സുഹൃത്തുക്കളും ചേർന്ന് തൃശൂരിൽ സ്വീകരണം നൽകി.
ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ.ബി. വേണു ഉദ്ഘാടനം ചെയ്തു. MC തൈക്കാട് അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്, പ്രസ് ക്ലബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോൺസൺ പൂമല, പ്രൊഫസർ അനിൽകുമാർ, ചിത്രകാരൻ ദാമോദരൻ നമ്പിടി, കലാസംവിധായകൻ സുരേഷ് മുട്ടത്തി, സംവിധായകൻ ഹരിഹർദാസ്, ഇമ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 2011 പ്രണയത്തിൽ ഒരുവൾ വാഴ്ത്തപ്പെടും വിധം എന്ന മണിലാൽ ചിത്രത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ മണിലാലും നിർമ്മാതാവ് സഞ്ജു മാധവനും പറഞ്ഞു. സിനിമകൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ എന്നിലേക്ക് ഊന്നിയുള്ള സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് യാതൊരുവിധ എന്താ പറയുക കോംപ്രമൈസ് ഇല്ല. ഈ ഷോർട്ട് ഫിലിമിൻ്റെ സ്വാതന്ത്ര്യം അതാണ്. നമ്മുടേതായിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 ഷോർട്ട് ഫിലിംസ് നമുക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങൾ സ്റ്റേറ്റ് മാത്രമല്ല, നമുക്ക് മറ്റുള്ള ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിലും കൽക്കട്ട ഷോർട്ട് ഫിലിം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ചിത്രമായിരുന്നു. സ്വാശ്രയ കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തെ KSU എതിർക്കുമെന്നും സർക്കാർ കോളേജുകൾക്ക് മാത്രമേ ഓട്ടോണമസ് പദവി നൽകാൻ പാടുള്ളൂവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് പറഞ്ഞു. KSU ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷനായിരുന്നു. MLAമാരായ ഹൈബി ഈഡൻ, PA മാധവൻ, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ മന്ത്രി KP വിശ്വനാഥൻ, KPCC ജനറൽ സെക്രട്ടറി V ബാലറാം, സെക്രട്ടറി MR രാമദാസ്, DCC ഭാരവാഹികളായ ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, KSU സംസ്ഥാന സെക്രട്ടറി ഗ്രീഷ്മ, ജില്ലാ വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, സെക്രട്ടറിമാരായ അൽഫോൻസ, സ്റ്റിമ സ്റ്റീഫൻ, ശ്യാം പാത്രമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ മധ്യവയസ്കനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി കാശ്മീർ റോഡിൽ താമസിക്കുന്ന കോമലത്ത് വീട്ടിൽ നസീറിനെയാണ് പാവറട്ടി SI PR ബിജോയ്, സീനിയർ CPO ബാപ്പുജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 450 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ചാവക്കാട് സ്റ്റേഷനിൽ റൈസ് പുള്ളർ വിൽപ്പന കേസിലും തൃശൂർ വെസ്റ്റ് പോലീസിൽ തട്ടിപ്പു കേസിലും പ്രതിയായ ഇയാൾ ഹെറോയിൻ വിൽപ്പന കേസിൽ 10 വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. കടങ്ങോട് നിന്ന് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് മേലെ പട്ടാമ്പിയിൽ നിന്ന് കുന്നിടിച്ച് പെർമിറ്റിന് വിരുദ്ധമായി മണ്ണെടുത്ത് വന്നിരുന്ന 3 ടിപ്പർ ലോറികളാണ് എരുമപ്പെട്ടി SI NK കുമാരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെൺകുട്ടിയുടെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മീഷന്റെ മെഗാ അദാലത്തിൽ ആകെ 70 കേസുകൾ പരിഗണിച്ചതിൽ 41 എണ്ണം തീർപ്പാക്കി. ബാക്കിയുള്ള 29 എണ്ണം നവംബർ അവസാനത്തോടെ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും. പുതിയതായി വന്ന 8 പരാതികളും പരിഗണിച്ചു. കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ള വിവാഹപൂർവ്വ കൌൺസിലിംഗ് ജനുവരിക്ക് മുൻപ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുമെന്ന് കമ്മീഷൻ അംഗം പ്രൊഫസർ തുളസി അറിയിച്ചു. ചെയർപേഴ്സൺ റോസകുട്ടി, സിറ്റി വനിതാ സെൽ SI KA ഉഷ തുടങ്ങിയവരും പങ്കെടുത്തു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയുടെ വികസനത്തിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട സർവേ നടപടികൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കണ്ടശാങ്കടവ് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് സർവേ പുനരാരംഭിച്ചത്. പൊതുമരാമത്ത് വലപ്പാട് സബ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് സർവേ തുടങ്ങിയത്. സംസ്ഥാന പാതയുടെ മധ്യഭാഗത്ത് നിന്നും ഇരുവശങ്ങളിലേക്കും 8.5 മീറ്റർ വീതം 17 മീറ്ററാണ് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ വളവ്, ആൽമാവ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും 11 മീറ്റർ വീതം 22 മീറ്ററായും അളവെടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡ് കവറിംഗ് ആഭരണ നിർമ്മാണശാലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ റോഡിൽ ഒഴുക്കിക്കളയാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പെട്ടി ഓട്ടോറിക്ഷയിൽ മാലിന്യങ്ങൾ അടങ്ങിയ ടാങ്കുകളുമായി പ്രചോദി നികേതൻ കോളേജ് റോഡിൽ ഒഴുക്കിക്കളയാനാണ് ആദ്യം ശ്രമിച്ചത്. തദ്ദേശവാസികൾ തടയാനെത്തിയപ്പോൾ വണ്ടിയുമായി കടന്നുകളഞ്ഞവരെ നാട്ടുകാർ പിന്തുടരുകയായിരുന്നു. നാട്ടുകാർ പിന്തുടരുന്നത് മനസ്സിലാക്കിയ സ്ഥാപന ഉടമ കോന്തിപുരം പാടത്തിനടുത്തുവച്ച് ഡ്രൈവറെ വണ്ടിയിൽ നിന്നിറക്കി മാലിന്യവുമായി രക്ഷപ്പെട്ടു.
സംഭവമറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ RP ബഷീർ അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TD അനിതകുമാരി സമ്മാനദാനം നിർവഹിച്ചു. പ്രവൃത്തി പരിചയമേളയിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിൽ പാവറട്ടി ക്രൈസ്റ്റ് കിങ് സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 1ാം സ്ഥാനം. ഗണിതശാസ്ത്ര മത്സരത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സാമൂഹ്യശാസ്ത്ര മത്സരത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ക്രൈസ്റ്റ് കിങ് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും 1ാം സ്ഥാനം നേടി. IT, UP വിഭാഗത്തിൽ പാടൂർ വാണിവിലാസം സ്കൂളും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും 1ാം സ്ഥാനം കരസ്ഥമാക്കി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ബസ്സിലെ ക്ലീനറായ കാരൂര് മതിയത്ത് സുനിലിനെയാണ് മാള CI PK മനോജ് കുമാർ അറസ്റ്റ് ചെയ്തത്. പഴൂക്കര സ്വദേശിനിയായ 16-കാരി കഴിഞ്ഞ ദിവസം സുനിലിനൊപ്പം പോയിരുന്നു. ഇതേ തുടർന്ന് മകളെ കാണാനില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകി. മങ്കടിയിലുള്ള സുനിലിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയെയും സുനിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുള്ളുവൻപാട്ട് കലാകാരി നടത്തറ സ്വദേശിനി അമ്മിണിയമ്മയെ ജില്ലാ പൌരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നടത്തറ മിച്ചഭൂമിയിൽ നടന്ന ചടങ്ങിൽ അമ്മിണിയമ്മയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദാസൻ കാട്ടുങ്ങൽ, ത്രേസ്യ ഡയസ്, രഘു പണിക്കർ, PK ഡാനിയേൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കലാമണ്ഡലം ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു. സമരത്തിന്റെ ഭാഗമായി നവംബർ 1, 2 തീയതികളിൽ കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ജീവനക്കാർ കൂട്ട ഉപവാസ സമരം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ റിലേ സത്യാഗ്രഹ സമരം നടത്തും. കലാമണ്ഡലത്തിലെ ഇൻസ്ട്രക്ടർമാർക്ക് അർഹമായ പ്രമോഷൻ നൽകുക, കൂത്തമ്പലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് സമരം നടത്തുന്നത്. സമരത്തിന്റെ ഭാഗമായി കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിള ഫെസ്റ്റിവലും കലാമണ്ഡലം വാർഷികാഘോഷ ചടങ്ങുകളും ബഹിഷ്കരിക്കുമെന്നും സമരസമിതി കൺവീനർ S. ഗോപകുമാർ അറിയിച്ചു. ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറുടെ വീഴ്ച മൂലം ഇടതുകണ്ണിന്റെ കാഴ്ച ഗണ്യമായി കുറഞ്ഞതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ 2 ലക്ഷം രൂപയും കോടതി ചെലവായി 1000 രൂപയും നൽകാൻ തൃശൂർ ഉപഭോക്തൃ ഫോറം കോടതി വിധി. കൊമ്പഴ സ്വദേശി ചിറമ്പത്ത് സുനിൽ നൽകിയ ഹർജിയിലാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറോടും മാനേജിംഗ് ഡയറക്ടറോടും ഉത്തരവായത്. തൃശൂർ ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് പത്മിനി സുധീഷ്, അംഗം VV ഷിന തുടങ്ങിയവരുടേതാണ് വിധി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു കോടതിയിൽ ഹാജരായി. ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുഗതാഗതം സംരക്ഷിക്കണമെന്ന് തൃശൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KSRTC സ്റ്റാൻഡിൽ നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. NK അശോകൻ അധ്യക്ഷനായിരുന്നു. P. വിജയകുമാർ, KV ജോണി, KV ഡേവി, V. ഹരി, അനൂപ് രാജ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീട് തകർന്നു. പുതുമനപ്പറമ്പ് അവിണിപ്പുള്ളി ജിനീഷിന്റെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. ഇടിമിന്നലിൽ വീടിന്റെ മുൻവശത്തെ ഭിത്തികൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. വയറിങ്ങുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. VHSE തൃശൂർ മേഖല വൊക്കേഷണൽ എക്സ്പോ വൊക്കോ ഫെയർ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഇന്ദിര,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലീന രാജൻ, VHC തൃശൂർ മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലീന രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ, ഇടുക്കി ജില്ലകളിലെ 52 VHC സ്കൂളുകളിൽ നിന്ന് 400ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേള നാളെ സമാപിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മുൻ മന്ത്രി TM ജേക്കബ് അനുസ്മരണം നടത്തി. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. TM ദിവാകരൻ, VK വസന്തൻ, PP ജെയിംസ്, പോൾസൺ ആലപ്പാട്ട്, സോമൻ കൊള്ളപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ സപ്ലൈ ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ കൈക്കൂലി വാങ്ങിയാണ് ക്രമക്കേട് നടത്തിയിരുന്നതെന്ന് വിജിലൻസ് സംഘം. തൃശൂരിൽ $1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളുടെ വധഭീഷണി. എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെമ്പൈ ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരം സാക്സഫോൺ വിദഗ്ധൻ കദ്രി ഗോപാൽനാഥിന്. നവംബർ 28-ന് പുരസ്കാരം നൽകും. തൃശൂർ നഗരത്തിലെ 12 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. TCV വാർത്തയെ തുടർന്നാണ് നടപടി. തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.